Have you ever felt? Are you listening? Damn. Yeah. Yeah. OnePlusന്റെ 2021 ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് OnePlus 9 Pro. അതും ഈ OnePlus 9 Pro എനിക്ക് ആദ്യം തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് പോയിന്റിന് ഏറ്റവും നല്ലൊരു ഫോൺ തന്നെയായിട്ട് നിൽക്കുവാണ്. കാരണം അതിൻ്റെ പ്രൈസിങ് എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് സാധാരണയുള്ള OnePlus ഫോൺസ്, അതായത് നമ്മൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ OnePlus ഫോണായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിനെക്കാട്ടിയും വില കൂടിയൊരു ഫോണാണെങ്കിൽ പോലും ഇതിൻ്റെ കോമ്പറ്റീഷൻ ഇപ്പോൾ 2020 കോമ്പറ്റീഷൻ ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് ഇത് നല്ലോണം നിൽക്കുന്ന ഒരു ഫോണാണ്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇതിൻ്റെ പ്രൈസിങ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബേസ് വേരിയൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 64,999 ഇന്ത്യൻ റുപ്പീസാണ്. അതിനകത്ത് നമുക്ക് 8GB റാമും 128GB സ്റ്റോറേജും കിട്ടും. പിന്നെ ടോപ്പ് വേരിയൻറ്റിന് 12GB റാമും 256GB സ്റ്റോറേജാണ് കിട്ടുന്നത്. അതിൻ്റെ പ്രൈസിങ് 69,999 ഇന്ത്യൻ റുപ്പീസാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിങ് എടുക്കാൻ നേരത്ത് ഇതെന്ന് പറയുന്നത് നമ്മുടെ iPhone 12 മിനി അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഗാലക്സി S21 താഴെ നിൽക്കുന്ന പ്രൈസിങ് അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന പ്രൈസിങ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത് വെച്ച് ഏറ്റവും നല്ലോണം വന്നേക്കുന്ന ഒരു ഫോണാണ് OnePlus 9 Pro. അപ്പോൾ അങ്ങനെ വരാനുള്ള കാരണങ്ങൾ പലതാണ്. അതിനകത്ത് ആദ്യത്തെ കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത് OnePlusൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ടോപ്പ് സ്പെസിഫിക്കേഷൻസ് ആണ് വന്നേക്കുന്നത്. അത് നമ്മുടെ ഇവിടുത്തെ പ്രൊസസ്സർ നോക്കാൻ നേരത്ത് ഇവിടെ വന്നേക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 888 പ്രൊസസ്സറാണ്. അപ്പോൾ ഏറ്റവും പുതിയ ഒരെണ്ണമാണ്. അത് കൂടാതെ തന്നെ ഇവിടെ വന്നേക്കുന്ന റാം ഞാൻ പറഞ്ഞ കണക്കാണ് 8GB അല്ലെങ്കിൽ 12GB ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ DDR5 റാമാണ്. പിന്നെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ UFS 3.1 ആണ്. അത് നമുക്ക് 128GB അല്ലെങ്കിൽ 256GB ആണ്. ഇത് എക്സ്പാൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്പെസിഫിക്കേഷൻ വരുന്നതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം വളരെ സ്മൂത്ത് ആയ ഒരു പെർഫോമൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. നമുക്ക് ലാഗ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. അത് മാത്രമല്ല ഇപ്പോൾ ആപ്സും ഗെയിംസും ഒക്കെ എടുക്കുകയാണെങ്കിൽ എല്ലാം നല്ലോണം തന്നെ വർക്കാവും. പിന്നെ ഗെയിംസിൻ്റെ കാര്യത്തിനകത്ത് തന്നെ ഒരുപാട് ഗ്രാഫിക്സ് കൂടിയ ഗെയിംസ് ആണെങ്കിൽ പോലും അങ്ങനെ സ്ലോ ആവുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഫ്രെയിം ഡ്രോപ്സും കാണാനും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്കിപ്പം ദിവസേനയുള്ള ഉപയോഗം നോക്കിയാലോ അല്ലെങ്കിൽ നമ്മളിപ്പം ഭയങ്കര ഒരു ഹെവി യൂസർ ആണെങ്കിൽ പോലും അവർക്ക് എല്ലാവർക്കും നല്ലോണം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. അതിപ്പോൾ എല്ലാ OnePlus ഫോൺസിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ OnePlusൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണൊന്നും എടുക്കണ്ട. അതിന് ഇപ്പോൾ OnePlus 80 ഒക്കെ എടുക്കുകയാണെങ്കിൽ പോലും അതിനകത്ത് നമുക്ക് ഇങ്ങനത്തെയൊക്കെ പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ ചൂടാവുന്നത് അങ്ങനെ ഭയങ്കര കൂടുതലൊന്നുമല്ല, നോർമലായിട്ടുള്ള ചൂടാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ 888 വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ 5G സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ 5G എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈപ്പായി വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ 5G ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 5Gയുടെ സ്പീഡോ അല്ലെങ്കിൽ 5G ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ബാറ്ററിയുടെ കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നോക്കാൻ നേരത്ത് നമുക്ക് നല്ലൊരു സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റേർണൽസും പെർഫോമൻസും. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്കാണ് അത് OnePlusൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ OnePlusൻ്റെ ഡിസ്പ്ലേ ആണ്. അതും ഇവിടുത്തെ ഡിസ്പ്ലേ നോക്കാൻ നേരത്തും ഇതൊരു നല്ല ഡിസ്പ്ലേ ആണ്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വന്നേക്കുന്ന ഒരുപാട് ടോപ്പായിട്ട് നിൽക്കുന്ന ഡിസ്പ്ലേ തന്നെയാണ്. അപ്പോൾ ഈ ഡിസ്പ്ലേയുടെ സ്പെസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ഇതൊരു 6.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. അതൊരു ക്വാഡ് HD പാനലാണ്. ക്വാഡ് HD പാനൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ റെസൊല്യൂഷൻ വന്നേക്കുന്നത് 3216 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പിക്സൽ ഡെൻസിറ്റി 525 pp ആണ്. അത് ഇതൊരു 120 Hz LTPO ഡിസ്പ്ലേ ആണ്. അപ്പോൾ 120 Hz LTPO ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 120 Hz നിന്ന് ഡൈനാമിക് ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ 120 Hz റിഫ്രഷ് റേറ്റ് സെറ്റിംഗ് ഇട്ട് ഉപയോഗിച്ചാൽ പോലും നമുക്ക് അത്രയും ഒരു വലിയ റിഫ്രഷ് റേറ്റ് അല്ലെങ്കിൽ അത്രയും കൂടിയ റിഫ്രഷ് റേറ്റ് വേണ്ടാത്ത സമയത്ത് അത് താത്ത് കൊണ്ടുവരും. അപ്പോൾ ബാറ്ററി ലൈഫിനകത്ത് കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ വരേണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഈ ഡിസ്പ്ലേ ചെയ്തേക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഡിസ്പ്ലേക്ക് HDR10+ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ എടുക്കുകയാണെങ്കിൽ 1300 nits വരെ പോകാനും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് വരാൻ നേരത്ത് തന്നെ ഈ ഡിസ്പ്ലേ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ അതിൽ തന്നെ ഈ ഡിസ്പ്ലേയുടെ സൈഡ് നോക്കാൻ നേരത്ത് ചെറിയൊരു കേവ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര കൂടിയൊരു കേവ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വട്ടം ഈ OnePlus 9 Pro ഉപയോഗിച്ച സമയത്ത് എനിക്കതൊരു പ്രശ്നമായിട്ട് വന്നില്ലായിരുന്നു. അത് ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് ഈ ഡിസ്പ്ലേക്കകത്ത് നമുക്ക് റിഫ്രഷ് റേറ്റിൻ്റെ മാത്രമല്ല, അത് കൂടാതെ നമ്മുടെ വ്യൂയിങ് ആംഗിൾസോ കളേഴ്സൊക്കെ നോക്കാൻ നേരത്ത് ഏറ്റവും ഷാർപ്പായിട്ടും അതിനൊക്കെ നമുക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് ഈ വ്യൂയിങ് ആംഗിൾസ് ഒക്കെ വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഡിസ്പ്ലേ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് തരുന്നൊരു ഡിസ്പ്ലേ ആണ് ഈ OnePlus 9 Pro'നകത്ത് വന്നേക്കുന്നത്. അതിവിടുത്തെ ബെസൽസ് ഒക്കെ നോക്കിയാൽ തന്നെ വളരെ ചെറിയ ബെസൽസ് ആണ്. പിന്നെ ഇവിടുത്തെ ഹോൾ പഞ്ച് ക്യാമറയ്ക്ക് ചുറ്റിനുള്ള ലൈറ്റിംഗ് നോക്കിയാൽ പോലും അതിനകത്തും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ AMOLED പാനൽ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ വന്നേക്കുവാണ്. അത് എനിക്ക് തോന്നുന്നു OnePlus ഇതുവരെ ഇറക്കിയ ഫോൺസിനകത്ത് വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ളൊരു പാനലാണ് ഈ OnePlus 9 Pro'നകത്ത് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. പിന്നെ അതേ തന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയും ചാർജിങ്ങും ആണ്. അതിനകത്ത് എടുത്ത് പറയേണ്ട ചാർജിങ് ആണ്. കാരണം ബാറ്ററി നോക്കാൻ നേരത്ത് സാധാരണ OnePlus ഫോൺസിനകത്ത് ബാറ്ററി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതൊന്നും ആയിരിക്കത്തില്ല, പക്ഷേ അത്യാവശ്യം വലിയ ബാറ്ററി ആയിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ ഒരു 4500 mAh ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 4500 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ സെല്ലല്ല, അതിന് ഒരു രണ്ടായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നേക്കുന്നതുകൊണ്ടാണ് ഇവിടുത്തെ ചാർജിങ് മെത്തേഡിനകത്ത് നമുക്ക് നല്ല ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വയർഡ് ചാർജിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് കിട്ടുന്നത്. അതുപോലെ വയർലെസ് ചാർജിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 50 വാട്ട് വയർലെസ് ചാർജിങ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും വലിയ സ്പീഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പം വയർഡ് ചാർജിങ് ഉപയോഗിക്കാൻ നേരത്തെ നമുക്ക് ഫോണിൻ്റെ കൂടെ തന്നെ നമുക്ക്
ചാർജിങ് ബ്രിക്കും കേബിളും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ചാർജിങ് ബ്രിക്കും കേബിൾ വെച്ച് ചാർജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ 0 to 100% ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ഫാസ്റ്റായ ചാർജിങ് ആണ്. പക്ഷേ നമുക്ക് വയർലെസ് ചാർജിങ് വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള വയർലെസ് ചാർജിങ് ആക്സസറി വാങ്ങിക്കണം. അത് ഈ 50 വാട്ടായ വയർലെസ് ചാർജിങ് കിട്ടണമെങ്കിൽ OnePlusന്റെ തന്നെ വയർലെസ് ചാർജർ വാങ്ങിക്കണം. അപ്പോൾ അവരിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ അതിന് എക്സ്ട്രാ കാശാവും. അപ്പോൾ നമ്മൾ അത് വെച്ച് ചാർജ് ചെയ്യുവാണെങ്കിൽ OnePlus പറയുന്നത് ഒരു 43 മിനിറ്റ്സിനുള്ളിൽ 0 to 100% ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇവിടുത്തെ ചാർജിങ് മെത്തേഡൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. പക്ഷേ ഇവിടുത്തെ ബാറ്ററിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, ബാറ്ററി എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ തരക്കേടില്ലാത്ത രീതിയിലാണ് ബാറ്ററി ബാക്കപ്പ് വന്നേക്കുന്നത്. കാരണം ഇവിടെ 4500 mAh ബാറ്ററി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഏറ്റവും ഹൈ സെറ്റിംഗ് ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ 120 Hz റിഫ്രഷ് റേറ്റും അതേ കണക്ക് തന്നെ ഈ കോഡ് HD സെറ്റിംഗ് കൂടെ ഓൺ ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ബാറ്ററി ബാക്കപ്പ് ഒന്നും കിട്ടത്തില്ല. അതും ഈ ഒരു സെറ്റിങ്ങിനകത്ത് ഞാൻ നല്ല ഹെവി യൂസിൽ ഉപയോഗിച്ച സമയത്ത് എനിക്ക് കിട്ടിയ മാക്സിമം സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് ഒരു 5 മണിക്കൂർ റേഞ്ചിലാണ്. അപ്പോൾ നമുക്ക് ആവറേജ് യൂസ് ഒക്കെ ആണെങ്കിൽ ഒരു 5.5 മണിക്കൂർ റേഞ്ചിലൊക്കെ ആ സ്ക്രീൻ ഓൺ ടൈം പോകും. പക്ഷേ എന്നാൽ പോലും ഈ ഫോൺ എന്ന് പറയുന്നത് ഒരിക്കലും 2 ദിവസം ബാറ്ററി ബാക്കപ്പ് തരുന്ന ഫോണൊന്നും അല്ല. നമുക്ക് ഒരു ദിവസം കുഴപ്പമില്ലാതെ തന്നെ കിട്ടുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ആവറേജ് യൂസർ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു പാടുമില്ല. നമുക്ക് രാവിലെ തുടങ്ങിയതിന് ശേഷം രാത്രി കിടക്കുന്ന സമയം നേരത്ത് മാത്രമേ ബാറ്ററി തീരുന്ന ഒരു രീതിയിലേക്ക് വരൂ. പക്ഷേ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഒരു രാത്രി 10 മണി, ഇപ്പോൾ രാവിലെ നമ്മൾ തുടങ്ങുന്ന ഒരു 7 മണിക്കാണെങ്കിൽ രാത്രി ഒരു 10 മണിയൊക്കെ ആവാൻ നേരത്ത് തന്നെ ബാറ്ററി 10% താഴേക്ക് പോകും. അപ്പോൾ അങ്ങനത്തെ രീതി ശ്രദ്ധിച്ചോണം. പിന്നെ നമ്മളൊരു ലൈറ്റ് യൂസറൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 1.5 ദിവസമൊക്കെ ബാറ്ററി ബാക്കപ്പ് എന്തായാലും കിട്ടാൻ വേണം. പക്ഷേ എന്നാലും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത്രയും ഫാസ്റ്റായ ചാർജിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി താന്നാൽ തന്നെ നമ്മളൊരു 10 മിനിറ്റൊക്കെ ചാർജ് ചെയ്താൽ തന്നെ നമുക്ക് വീണ്ടും ഒരു അര ദിവസത്തേക്കുള്ള ബാറ്ററി ബാക്കപ്പ് ഇവിടെ വരികയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ബാറ്ററിയുടെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അത് OnePlus ഫോൺസിനകത്ത് എപ്പോഴും അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ OnePlus ഫോൺസ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഭയങ്കര ഫാസ്റ്റ് ചാർജിങ്ങും അതാണ് ഇങ്ങനത്തെ ഒരു ബാറ്ററി ബാക്കപ്പ് ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അത് തന്നെയാണ് OnePlus 9 Pro'നകത്ത് വന്നേക്കുന്നത്. അപ്പോൾ നല്ലൊരു കാര്യമാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബിൽഡ് ക്വാളിറ്റിയാണ്. OnePlusന്റെ ബിൽഡ് ക്വാളിറ്റി, OnePlus ഫോൺസിൻ്റെ ബിൽഡ് ക്വാളിറ്റി, പ്രത്യേകിച്ച് OnePlusന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതിനൊക്കെയാണ് ഈ OnePlus 9 Pro'യിൽ വന്നേക്കുന്നത്. കാരണം ഇവിടുത്തെ ബിൽഡ് ക്വാളിറ്റി നോക്കാൻ നേരത്ത് ഒരു കംപ്ലയിൻറ്റും പറയില്ല. ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ്സാണ് വന്നേക്കുന്നത്. അത് Gorilla Glass 5 ആണ്. പിന്നെ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം ഫ്രെയിമാണ്. അത് ഇവിടുത്തെ ഫ്രെയിമും ഈ ഗ്ലാസും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നതൊന്നുമില്ല. അതിനൊക്കെ തന്നെ ഫോൺ വളയുന്നതായിട്ടോ അല്ലെങ്കിൽ ഫോണിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും വെയിറ്റ് കൂടുതലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കനം നോക്കിയാൽ തന്നെ ഒരുപാട് കനം കൂടിയൊരു ഫോണൊന്നുമല്ല OnePlus 9 Pro എന്ന് പറയുന്നത്. ഇവിടുത്തെ കനം എന്ന് പറയുന്നത് 8.7 mm ഉള്ളൂ. അത് ഇവിടുത്തെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ 197 grams ഉള്ളൂ. അത് ഇവിടുത്തെ വെയിറ്റ് ബാലൻസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തേക്കുന്നത് തന്നെ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. കയ്യിലിരിക്കാൻ നേരത്ത് തന്നെ നമുക്ക് വെയിറ്റ് കൂടി കണക്കോ അല്ലെങ്കിൽ നമുക്ക് ഫോണിനകത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. അതിവിടെ വൺ ഹാൻഡഡ് യൂസ് ഒന്നും ഇല്ല. കാരണം നമുക്ക് ഇവിടെ നോക്കാൻ നേരത്ത് തന്നെ ഡിസ്പ്ലേ ഇത്രയും വലുതാണ് തന്നെ ഒറ്റക്കൈകൊണ്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്നാൽ പോലും എനിക്ക് ഈ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. നമുക്ക് കയ്യിലിരിക്കാൻ നേരത്ത് തന്നെ സൈഡൊക്കെ കർവ്ഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ കയ്യിൽ നല്ലോണം തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ കയ്യിൽ നിന്ന് തെന്നിപ്പോണായിട്ടൊരു പ്രശ്നം വരാം. പക്ഷേ അതിനുവേണ്ടി നമ്മളൊരു കേസ് ഉപയോഗിച്ചാൽ മതി. നമുക്ക് ഫോണിൻ്റെ കൂടെ തന്നെ ഒരു കേസും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കർവ് വന്നേക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇവിടെ മെറ്റൽ എന്ന് പറയുന്നത് ഇവിടുത്തെ സൈഡ് മെറ്റൽ നോക്കാൻ നേരത്ത് വളരെ ചെറിയൊരു മെറ്റൽ പോർഷനാണ്. പിന്നെ ഇവിടുത്തെ ബട്ടൺസ് എടുക്കാൻ നേരത്ത് നല്ല പെർഫെക്റ്റ് ഫീഡ്ബാക്ക് തരുന്ന ബട്ടൺസ് ആണ്. അത് നമുക്ക് ബട്ടൺസിൻ്റെ കാര്യത്തിനകത്ത് പോലും ഒരു പ്രശ്നവും പറയാനുമില്ല. പിന്നെ അതിനൊക്കെ ഈ ഫോണിനകത്ത് നമുക്ക് ഇവിടെ മ്യൂട്ട് അൺമ്യൂട്ട് സ്ലൈഡർ വരുന്നുണ്ട്. അത് OnePlus ഫോൺസിനകത്തുള്ളതാണ്. അത് അതിൻ്റെ ക്വാളിറ്റി നല്ലോണം തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പോർട്ട് എടുക്കാൻ നേരത്തെ ഒറ്റ പോർട്ട് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് USB-C ചാർജിങ് പോർട്ടാണ്. പിന്നെ അതിനൊക്കെ സ്പീക്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഡ്യുവൽ സ്പീക്കർ സെറ്റപ്പാണ് വരുന്നത്. ഈ താഴത്തെ ഗ്രില്ലും അതിനൊക്കെ നമ്മുടെ ഇയർപീസും സ്പീക്കറാണ്. അത് ഈ സ്പീക്കറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏറ്റവും നല്ലോണമാണ് വന്നേക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. അത് മാത്രമല്ല ലൗഡ്നെസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു സ്റ്റീരിയോ സെപ്പറേഷനും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ കണ്ടന്റ് കാണുന്ന സമയത്ത് നമ്മൾ ഹെഡ്ഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ, ഇപ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്ഫോണോ അല്ലെങ്കിൽ വയർലെസ് ഹെഡ്ഫോണോ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ പോലും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഈ സ്പീക്കർ നല്ല കിട്ടുന്നുണ്ട്. പിന്നെ അതിനൊക്കെ ഇവിടുത്തെ ഈ ഇയർപീസിൽ നിന്ന് വരുന്ന കോൾ ക്വാളിറ്റി എന്ന് പറയുന്നതും നല്ലോണമാണ് കിട്ടിയേക്കുന്നത്. പിന്നെ ഇവിടുത്തെ അൺലോക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഫിംഗർ പ്രിന്റ് അൺലോക്ക് ആണ്. അപ്പോൾ ഇവിടെ ഫിംഗർ പ്രിന്റ് സ്കാനർ നമുക്കൊരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കിട്ടിയിരിക്കുന്നത്. അത് OnePlus എപ്പോഴും ഫിംഗർ പ്രിന്റ് സ്കാനറിനകത്തും പ്രശ്നങ്ങളൊന്നും വരുത്താറില്ല. അപ്പോൾ അതിനൊക്കെയാണ് ഇവിടെയും കിട്ടുന്നത്. അത് നമുക്കൊരു നല്ല ഫാസ്റ്റായ അക്യുറസിക്കകത്തൊന്നും പ്രശ്നമില്ലാത്തൊരു ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. പക്ഷേ ഈ ഫിംഗർ പ്രിന്റ് സ്കാനർ കുറച്ച് താഴേക്ക് നിൽക്കുകയാണ്. എന്നാലും എനിക്ക് ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടൊന്നും വന്നില്ലായിരുന്നു. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് OnePlus സാധാരണ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അത് ഇവിടുത്തെ ഡിസൈനകത്ത് ഞാൻ ഡിസൈൻ ഏറ്റവും നല്ലതായിട്ട് പറയാത്തതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു പഴകിയൊരു ഡിസൈനാണ്. അതായത് ഡിസൈനകത്ത് ഒരു പ്രത്യേകത എനിക്ക് തോന്നിയില്ലായിരുന്നു. നമ്മൾ സാധാരണ ഇപ്പം ഒരു സാംസങ് ഫോണോ അല്ലെങ്കിൽ OnePlusന്റെ ഫോൺ എടുത്താൽ എങ്ങനെയാണോ അതിനകത്ത് ഒരു ഡിസൈൻ തന്നെയാണ്. അതും സാംസങ് ഈ വർഷം ഈ S21 സീരീസിനകത്തൊക്കെ ഡിസൈൻ്റെ രീതി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഐഫോൺ എടുക്കുകയാണെങ്കിൽ ഐഫോണിൻ്റെ 12 സീരീസിനകത്ത് സൈഡ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ട് വന്നേക്കണം. അപ്പോൾ ഒരു വ്യത്യാസം അതിനകത്തൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ OnePlusന്റെ 9 സീരീസ് ഫോൺ അല്ലെങ്കിൽ ഈ 9 Pro എടുക്കാൻ നേരത്ത് അതിനകത്തങ്ങനെ മാറ്റമുള്ളൊരു ഡിസൈനാണ്. നമ്മൾ കണ്ടു പഴകിയ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഈ ഡിസൈനകത്ത് ഹൈപ്പായിട്ടൊന്നും പറയില്ല. അതും ഇവിടുത്തെ ഈ ബാക്ക് ക്യാമറ സെറ്റപ്പും ഇവിടുത്തെ എല്ലാ കാര്യവും നോക്കാൻ നേരത്ത് തന്നെ അങ്ങനെ എടുത്ത് നിൽക്കുന്നതായിട്ടൊരു കാര്യം ഈ OnePlusന്റെ ഈ ഡിസൈനകത്തില്ല. പിന്നെ അതിനൊക്കെ നമ്മൾ ഈ 9 Pro'നകത്ത് ഏത് കളറാണോ വാങ്ങിക്കുന്നത് അതനുസരിച്ച് ബാക്കിലത്തെ ഗ്ലാസിൻ്റെ ടെക്സ്ചറും മാറുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്ന മോർണിംഗ് മിസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടിയിരിക്കുന്ന ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഗ്ലോസ് ഫിനിഷ് ആണ്. അപ്പോൾ ഗ്ലോസ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഫിംഗർ പ്രിന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതി വരാൻ നിങ്ങൾക്ക് മാറ്റ് ഫിനിഷുള്ള ഗ്ലാസ് വേണമെങ്കിൽ നിങ്ങൾ വേറെയുള്ള കളേഴ്സ് നോക്കണം. ഇപ്പോൾ സ്റ്റെല്ലർ ബ്ലാക്കോ അല്ലെങ്കിൽ പൈൻ ഗ്രീൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനൊക്കെ മാറ്റ് ഫിനിഷ് ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ഇങ്ങനെ ഫിംഗർ പ്രിന്റ്സ് വരുന്ന പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പക്ഷേ എന്നാലും ഡിസൈൻ്റെ കാര്യം മൊത്തത്തിൽ പറയുവാണെങ്കിൽ അങ്ങനെ ഭയങ്കര പ്രത്യേകതയുള്ളൊരു ഡിസൈനൊന്നും അല്ല. നമ്മൾ ഒരുപാട് കണ്ടു പഴകിയ ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആവാൻ സാധ്യതയുള്ളൊരു ഡിസൈനാണ് ഈ OnePlus 9 Pro'നകത്ത് വന്നേക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഇത്രയും നേരം നോക്കിയ കാര്യങ്ങളൊന്നും അല്ല ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈപ്പുള്ള കാര്യം. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ സിസ്റ്റമാണ്. അപ്പോൾ അതിന് വലിയൊരു കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ബാക്ക് ക്യാമറയുടെ ഇവിടുത്തെ ഈ റൈറ്റിംഗ് നോക്കാൻ നേരത്ത് മനസ്സിലാവുന്നത് ഹാസൽബ്ലാഡ്.
അപ്പോൾ ഹാസൽബ്ലാഡുമായിട്ട് കൊളാബറേഷനോട് കൂടിയാണ് OnePlus ഈ ഫോണിൻ്റെ ക്യാമറ സിസ്റ്റം ചെയ്തേക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അതായത് OnePlus ഹാസൽബ്ലാഡ് എന്ന് പറയുന്ന ഏറ്റവും ഫേമസ് ആയ ക്യാമറ കമ്പനിയായിട്ട് 3 വർഷത്തെ ഒരു ഡീൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ OnePlus 9 Pro അല്ലെങ്കിൽ OnePlus 9 എടുത്താൽ പോലും അതിൻ്റെയൊക്കെ ക്യാമറ സിസ്റ്റത്തിനകത്ത് ഹാസൽബ്ലാഡിൻ്റെ ഒരു കൊളാബറേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് സാധാരണ നോക്കാൻ നേരത്ത് ഇങ്ങനെ കൊളാബറേഷൻ വരുമ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകത ഒന്നും കിട്ടാറില്ല. പക്ഷേ OnePlus ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ്. അത് ഞാൻ ഇവിടുത്തെ ഈ ക്യാമറ ഉപയോഗിച്ച സമയത്ത് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു 70,000 റേഞ്ചിലുള്ള ഒരു ഫോൺ നോക്കാൻ നേരത്ത് നല്ലൊരെണ്ണം തന്നെയാണ്, പ്രത്യേകിച്ച് ഫോട്ടോ എടുക്കുന്ന സമയത്ത്. പക്ഷെ എന്നാലും പോരായ്മകൾ ചില സ്ഥലത്തൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനകത്തൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആദ്യം ഇവിടെ നമുക്ക് എത്ര ക്യാമറ വരുമെന്ന് നോക്കുവാണെങ്കിൽ ബാക്കിൽ നമുക്ക് 4 ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഒരു 14 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പച്ചർ f1.8 ആണ്. അതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അത് ഈ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഒരു 50 മെഗാ പിക്സൽ ക്യാമറയാണ്. അത് ഇതിൻ്റെ ആപ്പച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f2.2 ആണ്. പിന്നെ നമുക്ക് ടെലിഫോട്ടോ ക്യാമറ കിട്ടുന്നുണ്ട്. ആ ടെലിഫോട്ടോ ക്യാമറ എന്ന് പറയുന്നത് ഒരു 8 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പച്ചർ f2.4 ആണ്. ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. അത് ഇതിനകത്തുള്ള ഒപ്റ്റിക്കൽ സൂം എന്ന് പറയുന്നത് 3.3x ആണ്. പിന്നെ അവസാനത്തെ ക്യാമറ ഒരു ഒട്ടും ഗുണമില്ലാത്തൊരു ക്യാമറയാണ്. അതൊരു 2 മെഗാ പിക്സൽ ക്യാമറയാണ്. അത് ഇതൊരു മോണോക്രോം ക്യാമറയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഫ്ലാഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഇവിടെ നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇവിടുത്തെ മെയിൻ ക്യാമറ വെച്ച് എടുക്കുവാണെങ്കിൽ അതിനകത്ത് അങ്ങനെ ഭയങ്കര വ്യത്യാസം അല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പ് ഒന്നും പറയില്ല. നമ്മളിപ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ വെച്ച് ഫോട്ടോ എടുക്കാൻ നേരം നമുക്ക് നല്ല ക്വാളിറ്റി ഫോട്ടോസ് വരണം. അപ്പോൾ അതിനൊക്കെയാണ് എവിടെയും കിട്ടിയേക്കുന്നത്. അതായത് നമുക്ക് നല്ല ഷാർപ്നെസ്സും നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ് വരുന്നത്. അതിവിടുത്തെ കളേഴ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സാച്ചുറേഷൻ ഉള്ള കളേഴ്സാണ് കിട്ടിയേക്കുന്നത്. പക്ഷേ ചില സ്ഥലത്ത് സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതും കളേഴ്സിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാസൽബ്ലാഡ് കൊളാബറേഷൻ വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഈ കളർ ട്യൂണിങ്ങിനകത്ത് അവർ കൂടുതൽ ചെയ്തേക്കണം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ രീതി കളേഴ്സ് വന്നേക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് നല്ലോണമാണ് കിട്ടിയേക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ മെയിൻ ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസിൻ്റെ ഡൈനാമിക് റേഞ്ച് നോക്കുകയാണെങ്കിൽ അതും പെർഫെക്റ്റ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയൊരു സെൻസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സബ്ജക്റ്റുമായിട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലറിങ് കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ ക്യാമറ. അപ്പോൾ മെയിൻ ക്യാമറയ്ക്കകത്ത് എന്തെങ്കിലും ഹൈപ്പോ അല്ലെങ്കിൽ പ്രത്യേകത പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. അത് നമുക്ക് സാധാരണ ഇപ്പോൾ ഉള്ള ഇങ്ങനത്തെ ലെവലിലൊരു ഫോണിനകത്ത് എങ്ങനത്തെ ഒരു ക്യാമറയാണ് വരുന്നത് അതിനൊക്കെയാണ് വന്നേക്കുന്നത്. പക്ഷേ ഹൈപ്പ് ഉള്ളൊരു ക്യാമറ ഈ ഫോണിനകത്തുണ്ട്. അതെന്ന് പറയുന്നത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഇവിടുത്തെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഒരു 50 മെഗാ പിക്സൽ ക്യാമറ എന്ന് മുമ്പേ പറഞ്ഞതാണ്. അത് ഇവിടുത്തെ അൾട്രാ വൈഡ് ആംഗിൾ ഷോട്ട്സ് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള സ്മാർട്ട് ഫോൺസിനകത്ത് വെച്ച് ഏറ്റവും ബെസ്റ്റ് അൾട്രാ വൈഡ് ആംഗിൾ ഷോട്ട്സ് ആണ് ഇവിടെ കിട്ടുന്നത്. നല്ല രീതിയിലുള്ള കളർ പ്രൊഫൈലാണ് കിട്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ ഷോട്ട്സിൻ്റെ ഷാർപ്നെസ് നോക്കുവാണെങ്കിൽ തന്നെ നല്ല ഷാർപ്നെസ് ഉണ്ട്. പിന്നെ സാധാരണ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്ന സൈഡിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ ഈവനായ ഒരു ഷോട്ടാണ് കിട്ടുന്നത്. പക്ഷേ ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഒന്നും അല്ല. എന്നാലും നമുക്ക് ഇവിടുത്തെ അൾട്രാ വൈഡ് ആംഗിൾ ഷോട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതുവരെ ഞാൻ ഉപയോഗിച്ച ക്യാമറ ഫോൺസിനകത്ത് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അൾട്രാ വൈഡ് ആംഗിൾ ഷോട്ടാണ്. പിന്നെ നമ്മൾ ടെലിഫോട്ടോ ക്യാമറ നോക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ക്യാമറ എന്നേ പറയാൻ പറ്റൂ. പിന്നെ നമുക്ക് 3.3x ഒപ്റ്റിക്കൽ സൂമിനകത്ത് നമ്മൾ ഫോട്ടോ എടുക്കാൻ നേരം നമുക്ക് നല്ല സൂം ചെയ്ത ഫോട്ടോ കിട്ടുന്നുണ്ട്. പക്ഷേ അതിനകത്തുള്ള കളേഴ്സും കാര്യങ്ങളൊന്നും അങ്ങനെ ഭയങ്കര ഹൈപ്പൊന്നും അല്ല. അത് മാത്രമല്ല ക്ലാരിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര മികച്ച് നിൽക്കുന്നൊന്നുമല്ല. പിന്നെ അവസാനത്തെ ഈ മോണോക്രോം ക്യാമറ എന്ന് പറയുന്നത് ഒരു ഗുണമില്ലാത്തൊരു ക്യാമറയാണ്. അപ്പോൾ OnePlus എന്താണ് ഇങ്ങനൊരു കാര്യം ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ഹാസൽബ്ലാഡ് കൊളാബറേഷൻ വന്നിട്ടും ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തേക്കുന്ന ഒരു മോശമായ കാര്യമായിട്ടാണ് തോന്നിയേക്കുന്നത്. പക്ഷേ എന്നാലും ഇവിടുത്തെ ഈ ക്യാമറ സിസ്റ്റം ഈ 3 ക്യാമറ മെയിൻ ക്യാമറയും അതിനൊക്കെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും പിന്നെ ടെലിഫോട്ടോ ക്യാമറയും നമുക്ക് നല്ലോണം തന്നെ കിട്ടിയിട്ടുണ്ട്. അത് ഒരു 70,000 പ്രൈസ് പോയിന്റ് എടുക്കുകയാണെങ്കിൽ പോലും ഫോട്ടോ എടുക്കുന്ന കാര്യത്തിന് നല്ല ടോപ്പായിട്ട് തന്നെ നിൽപ്പുണ്ട്. നമുക്കൊരു ഫസ്റ്റ് സ്പോട്ടോ അല്ലെങ്കിൽ സെക്കൻഡ് സ്പോട്ടോ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറ സിസ്റ്റമാണ് ഈ OnePlus 9 Proൻ്റെ ഈ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുന്ന കാര്യത്തിനകത്ത്. പിന്നെ വീഡിയോയുടെ കാര്യത്തിനകത്ത് നമുക്കിവിടെ 8K 30 FPS എടുക്കാൻ പറ്റുമെങ്കിൽ പോലും വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഹൈപ്പുള്ളൊന്നുമല്ല. കഴിഞ്ഞ വർഷത്തെ OnePlus 8 Pro സീരീസിൽ എങ്ങനെയാണോ അതിനൊക്കെ പറയാൻ പറ്റുന്നുള്ളൂ. നമുക്ക് നല്ല വീഡിയോ ക്വാളിറ്റി ഉണ്ട്. അതും 4K 60 FPS ആണ് ഞാൻ പ്രിഫർ ചെയ്തത്. അപ്പോൾ അതിനകത്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഐഫോണായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഐഫോൺ ഒപ്പം നിൽക്കുന്ന ഒരു വീഡിയോ സിസ്റ്റം അല്ല ഈ OnePlus 9 Proനകത്ത് വന്നേക്കുന്നത്. പിന്നെ അതിനൊക്കെ ഇവിടെ പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാക്രോ ക്യാമറ ഇല്ലെങ്കിൽ നമുക്ക് മാക്രോ ഷോട്ട്സ് എടുക്കാൻ പറ്റുന്നുണ്ട്. അത് ഈ എടുക്കുന്ന മാക്രോ ഷോട്ട്സ് നല്ല ക്വാളിറ്റിയുള്ള മാക്രോ ഷോട്ട്സ് ആണ്. ഇതാണ് ഇവിടുത്തെ ബാക്ക് ക്യാമറ സിസ്റ്റം. നമ്മൾ ഫ്രണ്ട് ക്യാമറയിലേക്ക് പോകുകയാണെങ്കിൽ ഫ്രണ്ടിലുള്ള ക്യാമറ എന്ന് പറയുന്നത് ഒരു 16 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പച്ചർ എന്ന് പറഞ്ഞാൽ f2.4 ആണ്. അത് ഈ ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കുന്ന സെൽഫീസ് നല്ല വൈഡായിട്ടുള്ള സെൽഫീസ് ആണ്. പക്ഷേ നല്ല ക്വാളിറ്റി നോക്കാൻ നേരത്ത് കുറച്ച് സോഫ്റ്റ്നെസ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് സ്കിൻ ടോണിൻ്റെ കാര്യത്തിനകത്തൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. പിന്നെ ലൈറ്റിങ്ങിനകത്തും അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫീസിനകത്ത് അങ്ങനെ മികച്ച കാര്യങ്ങളൊന്നും പറയില്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ട് ക്യാമറ വെച്ചെടുക്കുന്ന വീഡിയോ നോക്കുവാണെങ്കിൽ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ 1080p 30 FPS ആണ്. അതിനകത്തുള്ള സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ്. അത് ഇവിടുത്തെ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ഒന്നുമല്ല. അത് നമുക്ക് 70,000 ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഐപ്പ് പറയാൻ പറ്റുന്ന ഒരു വീഡിയോ സിസ്റ്റം അല്ല ഈ ഫ്രണ്ട് ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ ഈ ക്യാമറയ്ക്കകത്തുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിനകത്ത് ഷട്ടലാഗ് കാണുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ക്യാമറ ആപ്പ് എടുത്തിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം എടുക്കുന്നുണ്ടായിരുന്നു ആ ഫോട്ടോ ആയി വരാൻ വേണ്ടി, ആ പ്രൊസസിങ് എല്ലാം കഴിഞ്ഞ് വരാൻ വേണ്ടി. അപ്പോൾ അതൊരു ഷട്ടലാഗ് കണക്കാണ്. അത് മാത്രമല്ല ഇപ്പം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നൊരു സബ്ജക്റ്റ് ആണെങ്കിൽ അത് കിട്ടാനും പാടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പോരായ്മ ഇതിലുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു OnePlusന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി മാറ്റാവുന്നതാണ്. പക്ഷേ ഇപ്പം അങ്ങനത്തെ ഒരു കാര്യം കാണുന്നുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ ക്യാമറയുടെ കാര്യങ്ങൾ. അതുകൊടുത്ത് ഏറ്റവും
ഏറ്റവും മികച്ച കാര്യമായിട്ട് പറയാൻ പറ്റുന്ന ഈ ബാക്ക് ക്യാമറ സിസ്റ്റം ഫോട്ടോ എടുക്കുന്ന സമയത്താണ്. അപ്പോൾ അതിനകത്താണ് ഇതിന് നല്ല സ്പോട്ട് കിട്ടുന്നത്. അല്ലാതെ നോക്കുവാണെങ്കിൽ അങ്ങനെ വേറെ പ്രത്യേകതയോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ ഹൈപ്പ് എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. ആസിഡ് ഒരു കൊളാബറേഷൻ വന്നപ്പം ഇത് ഏറ്റവും ബെസ്റ്റ് ക്യാമറ ഫോണായി മാറിയോ എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ആയിട്ടില്ല. പക്ഷേ എന്നാലും നല്ലൊരു ക്യാമറ ഫോണായി വന്നിട്ടുണ്ട് ഈ OnePlus 9 Pro എന്ന് പറയുന്നത്. പിന്നെ അവസാനത്തെ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്ലൂടൂത്ത് വേർഷൻ നോക്കുവാണെങ്കിൽ അത് 5.2 ആണ്. പിന്നെ വൈഫൈ വേർഷൻ നോക്കുവാണെങ്കിൽ അത് Wi-Fi 6 തന്നെയാണ്. അതൊക്കെ നമുക്കിവിടെ NFC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ IP റേറ്റിംഗ് ഉണ്ട്. IP68 റേറ്റിംഗ് വരുന്ന ഫോണാണ് ഈ OnePlus 9 Pro എന്ന് പറയുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ എടുത്ത് പറയേണ്ട നല്ലൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ വൈബ്രേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ്. അത് ഏറ്റവും പെർഫെക്റ്റ് ആണ് ചെയ്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർ പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു ക്ലിക്ക് ചെയ്യുന്ന കണക്കാണ്. അത് മാത്രമല്ല നല്ല രീതിയിലുള്ള വൈബ്രേഷൻ കണക്കാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ കോൾ വരുമ്പോഴൊക്കെ തന്നെ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന കണക്ക് അല്ലെങ്കിൽ പോലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ സിസ്റ്റമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി OnePlus 9 Proൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കിക്കഴിയാൻ നേരത്ത് ഈ OnePlus 9 Pro നല്ലൊരു ഓപ്ഷനാണോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് പോയിനകത്ത് ഏറ്റവും നല്ലോണം വന്നേക്കുന്ന ഒരു ഫോണാണ്. പക്ഷേ എന്തായാലും ഭയങ്കര ഹൈപ്പുള്ള ഒരു ഫോണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. അതുകൊടുത്ത് ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിസ്പ്ലേയും അതുകണക്ക് തന്നെ ബിൽഡ് ക്വാളിറ്റി, പിന്നെ ഇവിടുത്തെ പെർഫോമൻസും, പിന്നെ ക്യാമറ സിസ്റ്റം ഫോട്ടോ എടുക്കാൻ വേണ്ടി, പിന്നെ ബാറ്ററിയുടെ ചാർജിങ് മെത്തേഡും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ നോക്കാൻ നേരത്തെ ഇവിടെ പോരായ്മകളായിട്ട് വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡിംഗ് അത്ര നല്ലതൊന്നുമല്ല. പിന്നെ അതിനൊക്കെ തന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ കാണാൻ നേരത്തെ നമ്മൾ കണ്ട് പഴകിയ ഒരു ഡിസൈനായി വന്നിട്ടുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ OnePlus 9 Pro ഇപ്പോൾ ഇറങ്ങിയ ഫോൺസിനകത്ത് വെച്ച് ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത് അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിലുള്ള ഫ്ലാഗ്ഷിപ്പ് ലൈനപ്പ് എടുക്കാൻ നേരത്തെ ഏറ്റവും ബെസ്റ്റ് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിനകത്ത് നല്ലൊരു ഫോൺ നിങ്ങൾക്ക് വേണമെന്നുണ്ട്, നല്ല ക്ലീൻ ആയിട്ടൊരു എക്സ്പീരിയൻസ് വേണമെന്നാണെങ്കിൽ അത് നമുക്ക് OnePlusനകത്ത് എപ്പോഴുള്ള ഒരു കാര്യമാണ് അവരുടെ ഓക്സിജൻ വോയിസ് എന്ന് പറയുന്നത് നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ അതിവിടെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഓക്സിജൻ വോയിസ് 11 ആയപ്പോഴത്തേക്ക് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുമെന്ന്. അപ്പോൾ ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അത് ഓക്സിജൻ വോയിസ് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസർ എക്സ്പീരിയൻസിനകത്ത് അതും സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ അർത്ഥത്തിനകത്ത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫോണാണ് വേണ്ടതെങ്കിൽ ഈ OnePlus 9 Pro ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ട് തന്നെ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ കൂടിയാണ്. അതും ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിനകത്ത് ഒരു ടോപ്പ് സ്പോട്ട് എടുക്കുന്ന ഫോൺ തന്നെയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.